വയനാട്ടിലേക്കുള്ള യാത്രയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്ന ആവശ്യം രൂക്ഷമാകുന്നതിനിടെ വീണ്ടും ചർച്ചയാവുകയാണ് വയനാട്ടിലേക്കുള്ള ബദൽ പാതയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. തുരങ്കപാത നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ പുരോഗമിക്കുകയാണ്. ജനുവരി അവസാനത്തോടെ ഇതിന്റെ പ്രവർത്തികൾ ആരംഭിക്കും. MLA-മാരായ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നതിനെതിരെ പരസ്യമായി പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വീണ്ടും സജീവ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ആനക്കാംപൊയിലിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് വയനാട്ടിലെ മേപ്പാടിയിലെത്താം. 2043 കോടി രൂപയാണ് തുരങ്കപാതയുടെ പ്രതീക്ഷിത ചെലവ്. മുത്തപ്പൻ പുഴയിൽ നിന്നും ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ആദ്യ തുരങ്കം വരുന്നത് ഈ ഭാഗത്താണ്. അതിനുശേഷം 15 മീറ്റർ മാറിയാണ് രണ്ടാമത് തുരങ്കം വരിക. ഈ ആദ്യ തുരങ്കത്തിലൂടെയാണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനാവുക. തിരിച്ച് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന തുരങ്കം അവിടെ നിർമ്മാണം ഏകദേശം ആരംഭിച്ചിട്ടുണ്ട്. തുറക്കുന്ന പ്രവൃത്തി അടുത്ത മാസത്തോടു കൂടി ആരംഭിക്കും. 8.11 കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്കപാതയിൽ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് ഉണ്ടാവുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, 100-ലധികം CCTV-കൾ, അമിത ഉയരമുള്ള വാഹനങ്ങൾ കണ്ടെത്തിയാൽ സിഗ്നൽ നൽകും. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും. ഇരുവഴിഞ്ഞിപ്പുഴയിൽ പാലങ്ങൾക്കും കലുങ്കുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡും ഉണ്ടാകും. അപ്പോൾ അതിന് അനുബന്ധമായ മണ്ണ് മാറ്റൽ, അതുപോലെ തന്നെ മറ്റ് സാമഗ്രികൾ, യന്ത്ര സാമഗ്രികൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവർക്കുള്ള ക്യാമ്പ് ഷെഡ്, അവർക്ക് എക്സ്പ്ലോസീവ് സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലേബേഴ്സിനെ ക്യാമ്പ് ചെയ്യിക്കാനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം ഇതിനോടകം പൂർത്തീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എഗ്രിമെന്റ് പീരീഡ് 4 വർഷമാണ്. 4 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും പദ്ധതി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരം യാത്രാ ദുരിതത്തിനും അറുതിയാകും. കേരളത്തിൽ നിന്ന് കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.